ഫ്രണ്ട്സ്, ഫിറ്റ്സ് ഓൺ സ്പോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രൊഫഷണൽ പ്ലസ് 2021 100% ജെനുവിൻ പ്രോഡക്റ്റ്, 100% ഫ്രീ ആയി ലൈഫ് ലോങ് ആക്സസോട് കൂടെ മൈക്രോസോഫ്റ്റിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ മറ്റ് ഏതെങ്കിലും വെർഷൻ ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ കൺട്രോൾ പാനലിലെത്തിയ ശേഷം ആ വെർഷൻ അൺഇൻസ്റ്റാൾ ചെയ്യുക. ആദ്യമായി നിങ്ങളുടെ സിസ്റ്റത്തിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയ ശേഷം ഓഫീസ് കസ്റ്റമൈസേഷൻ ടൂൾ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ വരുന്ന റിസൾട്ടിൽ ആദ്യ റിസൾട്ടായ ഓഫീസ് config.comലേക്ക് പ്രവേശിക്കുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് ക്രിയേറ്റ് ന്യൂ കോൺഫിഗറേഷനിൽ ക്രിയേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വരുന്ന വിൻഡോയിൽ ഓഫീസ് ആർക്കിടെക്ചർ ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മുടെ സിസ്റ്റം 32 ബിറ്റ് ആണെങ്കിൽ 32 ബിറ്റ് ഓഫീസ് സെലക്ട് ചെയ്യുക. 64 ബിറ്റ് ആണെങ്കിൽ 64 ബിറ്റ് സെലക്ട് ചെയ്യുക. എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം 32 ബിറ്റ് ആണോ 64 ബിറ്റ് ആണോ എന്നറിയുന്നത്? അതിനുവേണ്ടി ദിസ് പി സിയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് സെലക്ട് ചെയ്യുക. ഇവിടെ എബൌട്ട് സെക്ഷനിൽ ഡിവൈസ് സ്പെസിഫിക്കേഷനിൽ ഡിവൈസ് ടൈപ്പ് എന്നതിൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ബിറ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണാം. നമ്മുടെ സിസ്റ്റം 32 ബിറ്റ് ആണെങ്കിൽ 32 ബിറ്റ് ഓഫീസ് ആർക്കിടെക്ചർ സെലക്ട് ചെയ്യുക. നമ്മുടെ സിസ്റ്റം 64 ബിറ്റ് ആണെങ്കിൽ നമുക്ക് 32ഉം 64ഉം സെലക്ട് ചെയ്യാം. ബെറ്റർ 64 ബിറ്റ് തന്നെ സെലക്ട് ചെയ്യുക. അടുത്തതായി പ്രൊഡക്റ്റിൽ ഓഫീസ് സ്യൂട്ട് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഓഫീസ് LTSC പ്രൊഫഷണൽ പ്ലസ് 2021 വോളിയം ലൈസൻസ് എന്നത് സെലക്ട് ചെയ്യുക. അഡീഷണൽ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ലാംഗ്വേജ് വൈറ്റ് സെലക്ട് ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി പ്രൈമറി ലാംഗ്വേജിൽ ക്ലിക്ക് ചെയ്ത് ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ് എന്നത് സെലക്ട് ചെയ്യുക. ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും താഴേക്ക് എത്തിയ ശേഷം നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി അൺഇൻസ്റ്റാൾ എനി MSI വെർഷൻ ഓഫ് ഓഫീസ് ഇൻക്ലൂഡിംഗ് വിസിയോ ആൻഡ് പ്രൊജക്ട് എന്നത് ടേൺ ഓഫ് ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി പ്രൊഡക്റ്റിൽ KMS, മൈക്ക് എന്നീ രണ്ട് ഓപ്ഷനുകൾ കാണാം. ഇതിൽ KMS എന്നത് സെലക്ട് ചെയ്യുക. വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ നെയിം, ഡിസ്ക്രിപ്ഷൻ, കമ്പനി നെയിം തുടങ്ങിയവ നൽകാം. ഇത് ഓപ്ഷനിലാണ്. നൽകിയ ശേഷം താഴേക്ക് എത്തിയെ വീണ്ടും നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്ത ശേഷം ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഇവിടെ മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതുപോലൊരു പോപ്പപ്പ് വിൻഡോ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഓഫീസ് ഓപ്പൺ XML ഫോർമാറ്റ് എന്നത് സെലക്ട് ചെയ്ത ശേഷം OK ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ലൈസൻസ് അഗ്രിമെന്റ് അക്സെപ്റ്റ് ചെയ്ത ശേഷം എക്സ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ configuration.xml എന്നൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യുന്നതായി നമുക്ക് കാണാം. അടുത്തതായി ഈ ഫയൽ ഓപ്പൺ ചെയ്യുക. തുടർന്ന് ഡെസ്ക്ടോപ്പിലെത്തിയ ശേഷം ഇവിടെ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഫോൾഡറിന് ഓഫീസ് 2021 എന്ന് പേര് നൽകുക. തുടർന്ന് നമ്മൾ കോപ്പി ചെയ്ത ഫയൽ ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുക. അടുത്തതായി വീണ്ടും ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയ ശേഷം ഓഫീസ് ഡിപ്ലോയ്മെന്റ് ടൂൾ എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ വരുന്ന റിസൾട്ടിൽ മൈക്രോസോഫ്റ്റിന്റെ ഒറിജിനൽ വെബ്സൈറ്റായ microsoft.comലേക്ക് പ്രവേശിക്കുക. ഇവിടെ ഓഫീസ് ഡിപ്ലോയ്മെന്റ് ടൂളിന്റെ താഴെയായി കാണുന്ന ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒരു ഫയൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതായി കാണാം. ഫയൽ ഡൗൺലോഡ് ആയ ശേഷം ഓപ്പൺ ചെയ്യുക. തുടർന്ന് വരുന്ന പ്രോംപ്റ്റിൽ യെസ് ക്ലിക്ക് ചെയ്ത ശേഷം മൈക്രോസോഫ്റ്റ് സോഫ്റ്റ്വെയർ ലൈസൻസ് ടേം അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓഫീസ് 2021 എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്യുക. ശേഷം OK ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഓഫീസ് 2021 ഫോൾഡറിലേക്ക് ഫയൽ എക്സ്ട്രാക്ട് ആയി ഇരിക്കുന്നത് കാണാം. വീണ്ടും ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയ ശേഷം ഓഫീസ് ഡിപ്ലോയ്മെന്റ് ടൂൾ 2021 എന്ന് സെർച്ച് ചെയ്യുക. തുടർന്ന് വരുന്ന റിസൾട്ടിൽ ഡിപ്ലോയ് ഓഫീസ് LTSC 2021 എന്ന ലിങ്കിലേക്ക് പ്രവേശിക്കുക. ഇവിടെ ഡൗൺലോഡ് ദ ഓഫീസ് ഡിപ്ലോയ്മെന്റ് ടൂൾ ഫ്രം മൈക്രോസോഫ്റ്റ് ഡൗൺലോഡ് സെന്റർ എന്ന ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഇൻസ്റ്റാൾ ഓഫീസ് LTSC
2021 by using Office Deployment Tool എന്നതിൻ്റെ താഴെ കാണുന്ന ഈ കമാൻഡ് കോപ്പി ചെയ്യുക. അടുത്തതായി നമ്മുടെ സിസ്റ്റത്തിൽ സെർച്ചിൽ CMD എന്ന് ടൈപ്പ് ചെയ്ത ശേഷം കമാൻഡ് പ്രോംപ്റ്റ് റൺ as അഡ്മിനിസ്ട്രേറ്റർ മോഡിൽ ഓപ്പൺ ചെയ്യുക. ശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓഫീസ് 2021 ഫോൾഡറിന്റെ പാത്ത് കോപ്പി ചെയ്യുക. കമാൻഡ് പ്രോംപ്റ്റിൽ എത്തിയ ശേഷം CD സ്പേസ് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന പാത്ത് ഇവിടേക്ക് പേസ്റ്റ് ചെയ്യുക. ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അടുത്തതായി ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി ഇൻസ്റ്റാൾ ഓഫീസ് LTSC 2021 ബൈ യൂസിംഗ് ദ ഓഫീസ് ഡിപ്ലോയ്മെന്റ് ടൂൾ എന്നതിന്റെ താഴെയുള്ള ഈ കമാൻഡ് കോപ്പി ചെയ്ത ശേഷം കമാൻഡ് പ്രോംപ്റ്റിലെത്തി പേസ്റ്റ് ചെയ്യുക. തുടർന്ന് വരുന്ന പ്രോംപ്റ്റിൽ യെസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഓഫീസ് 2021 ഇൻസ്റ്റാൾ ചെയ്യുന്നതായി കാണാം. ഇപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഓഫീസ് സക്സസ്ഫുൾ ആയി ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. തുടർന്ന് താഴെ കാണുന്ന ഈ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തതായി ഓഫീസ് കൃത്യമായി ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി സെർച്ചിൽ വേഡ് എന്ന് ടൈപ്പ് ചെയ്യുക. നമ്മൾ മൈക്രോസോഫ്റ്റിന്റെ ഒറിജിനൽ വെബ്സൈറ്റിൽ നിന്ന് ഓഫീസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്